വെൽക്കം ടു ഹിന്ദി ഹബ്. ഡിയർ സ്റ്റുഡൻസ്, SSLC ഹിന്ദി 10ാമത്തെ ചാപ്റ്ററായ പൈതൽ ചൽത്താ ഹുവ ആദ്മി എന്ന കവിതയിലെ ഓൾ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ഈ ഒരൊറ്റ വീഡിയോയിൽ കവർ ചെയ്യുകയാണ്. പൈതൽ ചൽത്താ ഹുവ ആദ്മി, കാൽനടയാത്രക്കാരായ മനുഷ്യൻ. ഈ കവിത എഴുതിയിരിക്കുന്നത് സ്വപ്നിൽ ശ്രീവാത്സവ്. ഇദ്ദേഹത്തിന്റെ പേര് പഠിച്ചു വെക്കണം. ഇത് ഒരു ചെറിയ കവിതയാണെങ്കിലും വളരെ ആശയം നിറഞ്ഞ ഒരു കവിത കൂടിയാണ്. ഈ കവിതയുടെ ആശയം നമ്മൾ വേറൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പൈതൽ ചൽനെ വാല നിരീഹ് ക്യോം ലഗ് രഹാ ഹേ? കാൽനടയാത്രക്കാർ എന്തുകൊണ്ടാണ് നിഷ്കളങ്കരായി കാണപ്പെടുന്നത്? നിരീഹ്, നിഷ്കളങ്കർ. ഈ കവിതയിൽ കാൽനടയാത്രക്കാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പാവപ്പെട്ട ജനങ്ങളെയാണ്. കുറഞ്ഞ വേതനത്തിന് ജോലി ചെയ്യുന്ന തൊഴിലാളികളെയാണ്. ആൻസർ നോക്കാം. പൈതൽ ചൽനെ വാല ഹി ജീവൻ മേം സംഘർഷ് കർത്താ ഹെ ഔർ മെഹ്നത് കർത്താ ഹെ. കാൽനടയാത്രക്കാരായ ആളുകള് ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുന്നവരാണ്. ഔർ മെഹ്നത് കർത്താ ഹെ, അതുപോലെ ഒരുപാട് കഷ്ടപ്പെടുന്നവരാണ്, ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നവരാണ്. ഉസേ ദൂസരോം കി തരഹ് ജീവൻ മേ സുവിധായേം നഹി മിൽത്തി. അവർക്ക് മറ്റുള്ളവരെ പോലെ ജീവിതത്തിൽ സുഖ സൗകര്യങ്ങളൊന്നും ലഭിക്കുന്നില്ല. വഹ് ഹമേഷ ഗരീബ് രഹിനേക്ക് വിവേഷ് ഹോത്താ ഹെ. അവരെപ്പോഴും പാവപ്പെട്ടവരായി നിൽക്കാൻ വിധിക്കപ്പെട്ടവരാണ്. അവർ എപ്പോഴും ദരിദ്രരായി ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാണ്. ഹമേഷ എപ്പോഴും, ഗരീബ് ദരിദ്രർ. അതുകൊണ്ടാണ് എപ്പോഴും അവർ നിഷ്കളങ്കരായി കാണപ്പെടുന്നത്. नेक्स्ट क्वेश्चन, हिकारत से देखना किस മനോഭാവ് की ओर संकेत करता है? ഹിക്കാറത്ത് സേ ദേക്കിന എന്ന് പറഞ്ഞാൽ പുച്ഛത്തോടെ നോക്കുക, അവജ്ഞയോടെ നോക്കുക എന്നത് കിസ് മനോഭാവ് की ओर संकेत करता है, ഏത് മനോഭാവത്തെ, ഏത് വികാരത്തെയാണ് സൂചിപ്പിക്കുന്നത്? आंसर, धनवान लोगों के मन में अधिकार और श्रेष्ठता का भाव दिखाई देता है. പണക്കാരായ ആളുകളുടെ മനസ്സിൽ അധികാരഭാവവും ശ്രേഷ്ഠതാഭാവവും കാണപ്പെടുന്നു. പണക്കാരായ ആളുകൾ അവരുടെ മനസ്സിൽ അവർക്കാണ് എല്ലാ അധികാരങ്ങളും, അവരാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളവരും എന്ന് ചിന്തിക്കുന്നു. വേ പൈതൽ ചലനെ വാലോം കോ ചോട്ടാ സമജ്ജത്തെ ഹെ ഔർ ഉനെ മഹത്ത് നഹീം ദേത്തെ. അവർ കാൽനടയാത്രക്കാരായ ആളുകളെ, ഈ പാവപ്പെട്ട ജനങ്ങളെ നിസ്സാരക്കാരായി കാണുന്നു. ചോട്ടാ സമച്ചത്തേഹ്, ചെറിയവരായി കാണുന്നു, നിസ്സാരക്കാരായി കാണുന്നു. അവർ ഉനി മഹത്ത് നഹീം ദേത്ത, അവർക്ക് യാതൊരു ഇമ്പോർട്ടൻസും നൽകുന്നില്ല. പണക്കാരായ ആളുകളുടെ മനസ്സിൽ അധികാരഭാവം ശ്രേഷ്ഠതാഭാവമാണുള്ളത്. അവർ പാവപ്പെട്ട ജനങ്ങളെ എന്നും നിസ്സാരക്കാരായി കാണുന്നു, അവർക്ക് യാതൊരു ഇമ്പോർട്ടൻസും നൽകുന്നില്ല. नेक्स्ट, वह जिस दिन होश में आ जाएगा उनके साम्राज्य ढह जाएंगे, इस पर अपना विचार व्यक्त करें. വഹ് ജിസ് ദിൻ ഹോഷ്മേം ആ ജായേങ്ക, അവർ ഒരു ദിവസം ഉണർന്നു വരും, അവൻ ഒരു ദിവസം ഉണർന്നു വരും. ആര്? പാവപ്പെട്ട ജനങ്ങൾ. ഉൻകെ സാമ്രാജ്യ ഡഹ് ജായേങ്ക, അവരുടെ സാമ്രാജ്യം തകർത്ത് കളയും. ആരുടെ സാമ്രാജ്യം? പണക്കാരുടെ സാമ്രാജ്യം തകർത്ത് കളയും. ഈസ് പർ ആപ് കാ വിചാർ വ്യക്ത് കരെ, ഇതിനെക്കുറിച്ച് നിങ്ങളുടെ വിചാരം, ചിന്തകൾ വ്യക്തമാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. കവിതയിലെ വരികളാണിവ. ഇതിൽ നമ്മുടെ അഭിപ്രായമാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ നോക്കാം. ലോഗ് ഹമേഷ മുനാഫ ചാഹ്തെ ഹെ, പൈതൽ ചലനെ വാല താക്കത്വർ ഹെ. ലോഗ് ഹമേഷ മുനാഫ ചാഹ്തെ ഹെ, ജനങ്ങൾ എപ്പോഴും ലാഭമാണ് ആഗ്രഹിക്കുന്നത്. പൈതൽ ചലനെ വാല താക്കത്വർ ഹെ, കാൽനടയാത്രക്കാരായ പാവപ്പെട്ട ജനങ്ങളും ശക്തരാണ്. താക്കത്വർ, ശക്തരാണ്. ഉൻകി അപ്പനി ക്ഷമതായേം ഹെ, അവർക്കും അവരുടേതായ കഴിവുകളുണ്ട്. അഗർ വഹ് മൻ ലഗാക്കർ കുച്ച് കരേം തോ ധനി ലോഗോം കെ സാമ്രാജ്യ കാ നാശ് ഹോഗ. അഗർ ഒരു പക്ഷേ, വഹ് മൻ ലഗാക്കർ അവർ വളരെ ഉത്സാഹത്തോടെ, കുച്ച് കരയത്തോ പ്രവർത്തിക്കുകയാണെങ്കിൽ, അവർ വളരെ ഹാർഡ് വർക്കായി ഉത്സാഹത്തോടെ പ്രവർത്തിക്കുകയാണെങ്കിൽ, ധനി ലോകോം കെ സാമ്രാജ്യ നാശ് ഹോങ്ക, ധനികരുടെ സാമ്രാജ്യം തകർന്നു പോകും. ദുനിയാക്കോ അപ്പനി ഇച്ഛാനുസാർ ബദൽനെ കി ശക്തി ഉന്മേം ഹെ, ഈ ലോകത്തിനെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാനുള്ള ശക്തിയും അവരിലുണ്ട്. ഇച്ഛാനുസാർ, ഇഷ്ടമനുസരിച്ച്.
ബദൽനേക്ക് ശക്തി, മാറ്റുവാനുള്ള ശക്തിയും ഉന്മേം ഹെ അവരിലുണ്ട്. പാവപ്പെട്ട ജനങ്ങൾ ഒന്ന് മനസ്സ് വെച്ച് പ്രവർത്തിച്ചാൽ പണക്കാരുടെ സാമ്രാജ്യം തകർന്നു കളയും. ഇവിടെ ലോകം അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് മാറ്റാനുള്ള ശക്തിയും അവരിലുണ്ട്. അവരും കഴിവുള്ളവരാണ് എന്നാണ് ഈ വരികളിലൂടെ നമ്മോട് പറഞ്ഞു തരുന്നത്. നെക്സ്റ്റ് ആക്ടിവിറ്റീസ് നോക്കാം. കവിതാക്കി ആധാർ പർ ലിഖെ. കവിതയെ അടിസ്ഥാനമാക്കി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. പൈതൽ ചൽത്താ ഹുവ ആദ്മി കോൻ കോൻ ഹോ സക്താ ഹെ. കാൽനടയാത്രക്കാരായ ആളുകൾ എന്ന് പറഞ്ഞത് ഇതാരെല്ലാം ആവാം. ഇവിടെ 3 ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. അനാജ് പൈദാ കർണേ വാല, മക്കാൻ ബനാനെ വാല, സഫായി കർണേ വാല. അനാജ് പൈദാ കർണേ വാല ധാന്യം കൃഷി ചെയ്യുന്നവർ. മക്കാൻ ബനാനെ വാല വീട് പണിയുന്നവർ. സഫായി കർണേ വാല വൃത്തിയാക്കുന്നവർ. ഇത് കൂടാതെ കാൽനടയാത്രക്കാരായ ആളുകൾ മറ്റാരെല്ലാം ആവാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ പല ജോലികളും ചെയ്യുന്നവരുടെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പത്തർ തോടിനെ വാല കല്ല് പൊട്ടിക്കുന്നവര്. മച്ചുവാര മത്സ്യത്തൊഴിലാളികൾ. ഫൽ ഫൂൽ ബേച്ചിനെ വാല പഴങ്ങളും പൂക്കളും വിൽക്കുന്നവർ. ഗിലൗന ബേച്ചിനെ വാല കളിപ്പാട്ടങ്ങൾ വിൽക്കുന്നവർ. ലക്കടീക്ക കാം കർണേ വാല മരപ്പണിക്കാർ. കപ്പടേ സീനെ വാല വസ്ത്രം തുന്നുന്നവർ. ബർത്തൻ ബനാനെ വാല പാത്രം നിർമ്മിക്കുന്നവർ. പത്തർ തോടിനെ വാല റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. സോനേക്കാ കാം കർണേ വാല സ്വർണപ്പണി ചെയ്യുന്നവർ. ഇങ്ങനെ കുറഞ്ഞ വേതനത്തിന് ജോലി ചെയ്യുന്ന പാവപ്പെട്ട ജനങ്ങളെയാണ് ഇവിടെ പൈതൽ കർണ എന്ന് ഉദ്ദേശിക്കുന്നത്. കാൽനടയാത്രക്കാരായ ആളുകൾ എന്ന് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് സമാനാശി വാലി പംക്തിയാം ചുൻകർ ലിഖെ. സമാന അർത്ഥമുള്ള വരികൾ കവിതയിൽ നിന്നും തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സച്ചേത് ആംജൻ മേം സമാജ് കോ ബദൽനേക്ക് ശക്തി ഹെ. ബോധമുള്ള സാധാരണ ജനങ്ങളിൽ സമൂഹത്തെ മാറ്റാനുള്ള ശക്തിയുണ്ട്. സച്ചേത് ആംജൻ മേം ബോധമുള്ള സാധാരണ ജനങ്ങളിൽ സമാജ് കോ ബദൽനേക്ക് ശക്തി ഹെ സമൂഹത്തെ മാറ്റാനുള്ള ശക്തിയുണ്ട്. ഈ അർത്ഥം വരുന്ന വരികളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വഹ് ജിസ് ദിൻ ഓഷ് മേം ആ ജായേഗ ഉൻകെ സാമ്രാജ്യ ഡഹ് ജായേഗ. വഹ് ജിസ് ദിൻ ഹോഷ് മേം ആ ജായേഗ അവർ ഒരു ദിവസം ബോധത്തോടെ വരും. എങ്ങനെ? ഉൻകെ സാമ്രാജ്യ ഡഹ് ജായേഗ ഇവരുടെ സാമ്രാജ്യം തകർത്ത് കളയും. പണക്കാരായ ആളുകളുടെ സാമ്രാജ്യം തകർത്ത് കളയും. നെക്സ്റ്റ് कार में बैठने वाले पैदल चलने वालों को ऐसा देखते हैं कि वे इस समाज के सदस्य नहीं है. കാർ മേ ബൈഠ്നെ വാല കാറിൽ ഇരിക്കുന്നവർ. പൈതൽ ചൽനെ വാലോം കോ കാൽനട യാത്രക്കാരെ. ഐസേ ദേഖത്തെ ഹെ ഇങ്ങനെ നോക്കുന്നു. കി വേ ഈ സമാജ് കെ സദസ്യ നഹീം ഹേ അവർ ഈ സമൂഹത്തിലെ അംഗങ്ങളല്ല എന്ന മട്ടിൽ നോക്കുന്നു. കാറിലിരിക്കുന്നവർ കാൽനട യാത്രക്കാരെ എങ്ങനെ നോക്കുന്നു? അവർ ഈ സമൂഹത്തിലെ അംഗമല്ല എന്ന രീതിയിൽ നോക്കുന്നു എന്ന അർത്ഥം വരുന്ന വരികൾ. कार में बैठते हुए बड़े लोग उसे हिकारत से देखते हैं जैसे वह किसी दूसरी दुनिया से आया हुआ आदमी हो. കാർ മേം ബൈഠത്തെ ഹുയെ കാറിലിരിക്കുന്ന ബഡേ ലോഗ് വലിയ ആളുകൾ ഉസേ ഹിക്കാരത്ത് സേ ദേഖത്തെ ഹെ അവരെ പുച്ഛത്തോടു കൂടി നോക്കുന്നു. ജൈസെ എങ്ങനെയെന്നാൽ വഹ് കിസി ദൂസരി ദുനിയാസെ അവർ വേറെ ഏതോ ലോകത്തിൽ നിന്ന് ആയാ ഹുവ ആദ്മി ഹോ വന്ന മനുഷ്യരെ പോലെ. नेक्स्ट धनी लोग नहीं सोचते कि उनके चेहरों की शोभा मजबूतों के परिश्रम की देन है. ധനി ലോഗ് നഹീം സോച്ചത്തെ ധനികരായ ആളുകൾ പണക്കാരായ ആളുകൾ ചിന്തിക്കുന്നില്ല. ഉൻകെ ചേഹരെ കി ശോഭ അവരുടെ മുഖത്തിന്റെ ഭംഗി മസ്ദൂരോം കെ പരിശ്രം കി ദേൻ ഹെ തൊഴിലാളികളുടെ പരിശ്രമത്തിന്റെ സംഭാവനയാണ് എന്നവർ ചിന്തിക്കുന്നില്ല. आंसर वे नहीं जानते कि उनके दम पर उनके चेहरे पर रौनक. വെ നഹീം ജാൻതെ അവർ അറിയുന്നില്ല. ഉൻകെ ദം പർ അവർ കാരണമാണ്. ഉൻകെ ചേഹരെ പർ റൗനക് ഹെ അവരുടെ മുഖം തിളങ്ങുന്നത്.
नेक्स्ट, कविता की कौन सी पंक्ति आपको अच्छी लगी? क्यों? കവിതയിലെ ഏത് വരികളാണ് നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടത്? ക്യോം എന്തുകൊണ്ട്? നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോവരുത്. ഇവിടെ ഇഷ്ടപ്പെട്ട വരിയായിട്ട് കൊടുത്തിരിക്കുന്നത് വഹ് ജിസ് ദിൻ ഹോഷ് മേം ആ ജായേങ്ക ഉൻകെ സാമ്രാജ്യ ഡഹ് ജായേങ്ക. അവൻ ഒരു ദിവസം ഉണർന്നു വരും, ബോധത്തിൽ വരും. വഹ് ജിസ് ദിൻ, അവൻ ഒരു ദിവസം ഹോഷ്മേം ആ ജായങ്ക, ബോധത്തിൽ വരും, ഉണർന്നു വരും. ഉൻകെ സാമ്രാജ്യ ഡഹ് ജായങ്ക, അവരുടെ സാമ്രാജ്യം തകർത്ത് കളയും, പണക്കാരുടെ സാമ്രാജ്യം തകർത്ത് കളയും എന്ന വരിയാണ്. ക്യോംകി, എന്തുകൊണ്ടെന്നാൽ, ബിക്കോസ് സാമാന്യ ജനത താക്കത്ത് ഹേ, സാധാരണ ജനങ്ങൾ, പാവപ്പെട്ടവരായ ജനങ്ങളും താക്കത്ത് ഹേ, ശക്തിശാലികളാണ്. ഉന്മേം കൈ ക്ഷമതായം ഹേ, അവരിലും കുറെ കഴിവുകളുണ്ട്. അഗർ, ഒരു പക്ഷേ, വെ മൻ ലഗാക്കർ, അവർ മനസ്സറിഞ്ഞ്, മെഹ്നത്ത് കരേത്തോ, പരിശ്രമിച്ചാൽ, ദുനിയാബി ബദലേങ്ക, ലോകവും മാറ്റും. വാസ്തവമേം, യഥാർത്ഥത്തിൽ, ധനീ ലോക്, പണക്കാരായ ആളുകള്, ഗരീബ് ലോകോം കി ശക്തി കൊന്ന പഹച്ചാൻ കർ, പാവപ്പെട്ട ജനങ്ങളുടെ ശക്തിയെ തിരിച്ചറിയാതെ, ഉനേം വിരോധ് കി ഭാവ് സേ ദേഖത്തെ ഹേ, അവരെ വിരോധഭാവത്തോടെ നോക്കുന്നു. ഉനേം ഐസാ മാൻതേ ഹേ, അവർ ഇങ്ങനെയാണ് കരുതുന്നത്. വേ കിസി ദൂസരി ദുനിയാസെ ആയാ ഹുവ ആദ്മി ഹോ, അവർ വേറെ ഏതോ ലോകത്തിൽ നിന്ന് വന്ന മനുഷ്യരെ പോലെ, മനുഷ്യരാണെന്ന് കരുതിയിട്ടാണ് അവരോട് പെരുമാറുന്നത്. സമാജ് മേം, സമൂഹത്തിലെ, അമീർ ഗരീബ് കെ അന്തർ കോ ഖത്തം കർണ ചാഹിയെ, ദരിദ്രർ, അമീർ ധനികൻ, ഗരീബ് ദരിദ്രർ, ധനികൻ ദരിദ്രർ എന്നതിന്റെ വ്യത്യാസം ഖത്തം കർണ ചാഹി, അവസാനിപ്പിക്കണം. പാവപ്പെട്ടവർ പണക്കാർ എന്ന വ്യത്യാസത്തെ ഖത്തം കർണ ചാഹിയെ, ഇല്ലാണ്ടാക്കണം, അവസാനിപ്പിക്കണം. ഇതൊരു സംഭാഷണമാണ്. മാൻ ലേം സടക് സേ ചൽത്തി ദൂസരി सड़क से चलती दूसरी गाड़ी में बैठे हुए दो व्यक्ति सड़क पर चलते हुए आदमी को आदर की दृष्टि से देखते हैं. മാൻലേ, നിങ്ങൾ കരുതണം, നിങ്ങൾ ചിന്തിക്കുക. സടക് സേ ചൽത്തെ ദൂസരി ഗാഡിമേം, റോഡിലൂടെ സഞ്ചരിക്കുന്ന വേറൊരു വണ്ടിയിൽ, ബൈട്ടേ ഹുയെ, ഇരുന്നു കൊണ്ട്, ദോ വ്യക്തി, രണ്ട് വ്യക്തികള്, സടക്ക് പർ ചൽത്തെ ഹുയെ, റോഡിലൂടെ സഞ്ചരിക്കുന്ന, റോഡിലൂടെ നടന്നു പോകുന്ന, ആദ്മീക്കോ, ആളുകളെ, ആദർ കീ ദൃഷ്ടി സേ ദേഖത്തെ ഹേ, ആദരവുള്ള കാഴ്ച, റെസ്പെക്റ്റോടുകൂടി നോക്കുന്നു. ഉൻ ദോ വ്യക്തിയോ കെ ബീച്ച് കി ബാത്ത് ചിത്ലികെ, ആ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സംഭാഷണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ചിത്രത്തിൽ നമ്മൾ കാണുന്നത് കാറിലിരിക്കുന്ന ഈ വ്യക്തികള് കാൽനടയാത്രക്കാരായ ഈ പാവപ്പെട്ട ആളുകളെ പുച്ഛത്തോടെ നോക്കുന്നതാണ്. എന്നാൽ ഈ റോട്ടിലൂടെ സഞ്ചരിക്കുന്ന വേറൊരു വണ്ടിയിലുള്ള രണ്ടാളുകൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ദൂസരി ഗാഡിമേ ബൈഠേ ഹുയേ ദോ വ്യക്തി, വേറൊരു വാഹനത്തിൽ ഇരിക്കുന്ന രണ്ട് വ്യക്തികളാണ്. അപ്പോ വേറൊരു വാഹനത്തിൽ ഇരിക്കുന്ന രണ്ട് വ്യക്തികള് റോട്ടിലൂടെ നടന്നു പോകുന്ന കാൽനടയാത്രക്കാരോട് വളരെ റെസ്പെക്റ്റോട് കൂടി നോക്കുന്നു. ഇനി ആ ആളുകൾ തമ്മിൽ, ആ രണ്ടു പേരും തമ്മിലുള്ള സംഭാഷണമാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. സംഭാഷണം നോക്കാം. ഇവിടെ രണ്ട് വ്യക്തികളെ രാമു, ഗോപാൽ എന്ന പേരിലാണ് കൊടുത്തിട്ടുള്ളത്. രാമു, ദേഖോ കിത്തനെ ലോഗ് പൈദൽ ചലത്തെ ഹേ, രാമു പറയാണ്, നോക്കൂ എത്ര ആളുകൾ കാൽനടയാത്രക്കാരുണ്ട്, നോക്കൂ എത്ര പേർ കാൽനടയാത്രക്കാരുണ്ട്. ദേഖോ കിത്തനെ ലോഗ് പൈദൽ ചലത്തെ ഹേ, നോക്കൂ എത്ര ആളുകൾ കാൽനടയാത്ര ചെയ്യുന്നു. അപ്പോൾ ഗോപാൽ, ഹാം അതെ, മേം ഭി യഹി സോച്ച് രഹാ താ, ഞാനും അത് ചിന്തിക്കുകയായിരുന്നു. രാമു, വേ കിത്തനെ മെഹനത്തി ഹേ, ദിൻ രാത് കാം കർത്തെ ഹേ, അവർ എന്തൊരു ഹാർഡ് വർക്ക് ചെയ്യുന്നു, പകലും രാത്രിയും ജോലി ചെയ്യുന്നു. ഗോപാൽ, ബിൽക്കുൽ ഷുവർ, ഹമേം ഉൻക ആദർ കർണ ചാഹിയെ, നമ്മൾ അവരെ റെസ്പെക്ട് ചെയ്യണം. രാമു, ഹാം അതെ, ലേക്കിൻ കുച്ച് ലോഗ് ഉസേ ഘൃണ കി ദൃഷ്ടി സേ ദേഖത്തെ ഹേ, എന്നാൽ ചില ആളുകൾ അവരെ വെറുപ്പോടെ കാണുന്നു. ഗോപാൽ, ഹാം അതെ, ജൈസെ കിസി ദൂസരി ദുനിയാസെ ആയേ ഹുയേ ഹോ, അവർ വേറെ ഏതോ ലോകത്തിൽ നിന്ന് വന്ന ആളുകളെ പോലെ, അവർ വേറെ ഏതോ ലോകത്തിൽ നിന്ന് വന്നത് പോലെയാണ് എന്ന് പറയണം.
രാമു, അഗർ വേ ലോഗ് അന്യ പൈദാ കർന ബന്ദ് കരേൻ തോ ക്യാ ഹോങ്ക? ഒരു പക്ഷേ ഈ ആളുകള് ഭക്ഷണം കൃഷി ചെയ്യുന്നത് നിർത്തിയാൽ ക്യാ ഹോങ്ക, എന്ത് സംഭവിക്കും? ഗോപാൽ, ഹം സബ് ഭൂക്കേ മർ ജായെങ്കെ, നമ്മൾ എല്ലാവരും വിശപ്പ് കൊണ്ട് മരിച്ചു പോകും. രാമു, വേ മക്കാൻ ബനന ബന്ദ് കിയാ തോ ക്യാ ഹോങ്ക? അവർ വീടുകൾ പണിയുന്നത് നിർത്തിയാൽ, ബന്ദ് കിയാത്തോ നിർത്തിയാൽ, ക്യാ ഹോങ്ക, എന്ത് സംഭവിക്കും? ഗോപാൽ, കഹീം ചിപ്പിനേക്ക് ജഗഹ് നഹി മിലേങ്കി, അവർക്ക് ഒളിക്കാൻ ഒരു സ്ഥലവും കണ്ടെത്താൻ കഴിയില്ല, അവർക്ക് താമസിക്കാൻ ഇടമുണ്ടാവില്ല. രാമു, അഗർ വേ ലോഗ് ഹോഷ് സേ കാം കരേങ്കെ തോ ധനി ലോഗോं കാ സാമ്രാജ്യ ഖത്തം ഹോ ജായേങ്ക. ഒരു പക്ഷേ ആ ആളുകൾ, പാവപ്പെട്ടവരായ ആളുകൾ ബോധത്തോടെ പ്രവർത്തിക്കുകയാണ് എങ്കിൽ ധനികരുടെ സാമ്രാജ്യം, ധനീ ലോകോം കാ സാമ്രാജ്യം, ധനികരുടെ സാമ്രാജ്യം ഗത്തം ഹോ ജായേങ്ക, അവസാനിക്കും. രാമു പറയാണ്, അവർ ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ധനികരുടെ സാമ്രാജ്യം അവസാനിക്കും. ഗോപാൽ, ബിൽക്കുൽ ടീക്ക് ഹേ, ശരി. രാമു, തോ ഹമേം ഉൻകാ സമ്മാൻ കർണ അനിവാര്യ ഹേ, നമ്മൾ അവരെ റെസ്പെക്ട് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്, നമ്മുടെ കടമയാണ്. ഗോപാൽ, ലോഗോं को മാനസിക വ്യാപാർ में പരിവർത്തൻ ആനാ ചാഹിയെ, ജനങ്ങളുടെ മാനസിക പ്രക്രിയയിൽ മാറ്റമുണ്ടാവണം. പരിവർത്തൻ ആനാ ചാഹിയെ, മാറ്റം വരണം. തബി യഹ് സംഭവ് ഹോങ്ക, എങ്കിൽ മാത്രമേ ഇത് സാധ്യമാവുകയുള്ളൂ. അപ്പൊ ഇത്രയാണ് സംഭാഷണം. നെക്സ്റ്റ്, ചർച്ചാ കരയെന്ന് പറഞ്ഞിട്ട് 2 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, നോക്കാം. ഫസ്റ്റ് വൺ, സമാജ് മേ വ്യക്തി കാ മൂല്യ കൈസെ നിർധാരിത് ഹോനാ ചാഹിയെ? സമാജ് മേ, സമൂഹത്തിൽ, വ്യക്തി കാ മൂല്യ, ഒരു വ്യക്തിയുടെ മൂല്യം, വാല്യൂ, കൈസെ നിർധാരിത് ഹോനാ ചാഹിയെ, എങ്ങനെയാണ് നിർണയിക്കപ്പെടുന്നത്? സമൂഹത്തിൽ വ്യക്തികളുടെ മൂല്യം എങ്ങനെയാണ് നിർണയിക്കപ്പെടുന്നത് എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. आंसर, समाज में व्यक्ति का मूल्य उसके धन, पद या प्रसिद्धि से नहीं. സമാജ് മേം, സമൂഹത്തിൽ, വ്യക്തി കാ മൂല്യ, ഒരു വ്യക്തിയുടെ മൂല്യം, ഒരാളുടെ മൂല്യം, ഉസ്കെ ധൻ, പദ് യാ പ്രസിദ്ധി സെ നഹി, അയാളുടെ ധനം, പണമോ, പദവിയോ, യാ പ്രസിദ്ധി സെ നഹി, പ്രസിദ്ധി കൊണ്ടോ അല്ല, ഒരാളുടെ പണമോ പദവിയോ പ്രസിദ്ധി കൊണ്ടോ അല്ല സമൂഹത്തിൽ ഒരാളുടെ മൂല്യം കണക്കാക്കുന്നത്. ബൽക്കി ഉസ്കെ ചരിത്ര, വ്യവഹാർ ഔർ യോഗദാൻ സെ നിർധാരിത് ഹോനാ ചാഹിയെ. ബൽക്കി, മറിച്ച്, ഉസ്കെ ചരിത്ര, ഒരാളുടെ സ്വഭാവം, വ്യവഹാർ, പെരുമാറ്റം, ഔർ യോഗദാൻ സെ നിർധാരിത് ഹോനാ ചാഹിയെ, യോഗദാൻ, സംഭാവനകളിലൂടെയൊക്കെയാണ് ഇത് തെളിയിക്കുന്നത്. അപ്പോ ഒരു വ്യക്തിയുടെ വാല്യൂ എന്നത് അദ്ദേഹത്തിന്റെ പണമോ പദവിയോ പ്രസിദ്ധിയോ കൊണ്ടല്ല, ബൽക്കി മറിച്ച്, ഉസ്കെ ചരിത്ര, വ്യവഹാർ ഔർ യോഗദാൻ സെ നിർധാരിത് ഹോനാ ചാഹിയെ, അയാളുടെ സ്വഭാവം, പെരുമാറ്റം, സംഭാവനകൾ എന്നിവയിലൂടെയാണ് തെളിയിക്കപ്പെടുന്നത്. जो व्यक्ति ईमानदार हो, दूसरों का सम्मान करे और समाज का कल्याण के लिए कार्य करे, वही वास्तव में मूल्यवान माना जाना चाहिए. ജോ വ്യക്തി ഈമാൻദാർ ഹോ, ഏത് വ്യക്തിയാണോ സത്യസന്ധനായിട്ടുള്ളത്, ദൂസരോം കാ സമ്മാൻ കരെ, മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യുന്നത്, ഓർ സമാജ് കെ കല്യാൺ കെ ലിയെ കാര്യ കരെ, സമൂഹത്തിന്റെ നന്മക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്, വഹി വാസ്തവമേ മൂല്യവാൻ മാനാ ജാനാ ചാഹിയെ, അവരാണ് യഥാർത്ഥത്തിൽ മൂല്യവാൻ മാനാ ജാനാ ചാഹിയെ, നല്ലവരായി അംഗീകരിക്കുന്നത്. വ്യക്തി की सोच, कर्म और सामाजिक जिम्मेदारी है उसके वास्तविक मूल्य को दर्शाती है. വ്യക്തി की सोच, ഒരു വ്യക്തിയുടെ ചിന്ത, കർമ്മം, പ്രവൃത്തി, और सामाजिक जिम्मेदारी ही, സാമൂഹിക ഉത്തരവാദിത്തവും, ഉസ്കെ വാസ്തവിക മൂല്യക്കോ ദർശാത്തി ഹെ, അവരുടെ യഥാർത്ഥ മൂല്യത്തെ കാണിച്ചു തരുന്നു. അപ്പോൾ സമൂഹത്തിൽ വ്യക്തിയുടെ മൂല്യം നിർണ്ണയിക്കുന്നത് പണമോ പദവിയോ പ്രസിദ്ധിയോ അല്ല, അയാളുടെ സ്വഭാവം, പെരുമാറ്റം, അയാൾ സമൂഹത്തിന് ചെയ്യുന്ന ഉത്തരവാദിത്തങ്ങൾ എന്നിവയൊക്കെ വെച്ചിട്ടാണ്.
सेकंड क्वेश्चन, कविता में सामाजिक असमानताओं के प्रति कवि ने कौन सा विचार प्रकट किया है? കവിതയിലെ സാമാജിക സമാനതാവും കെ പ്രതി സാമൂഹിക അസമത്വങ്ങളെ കുറിച്ച് കവി കോൻസാ വിചാർ പ്രകട ഹോത്താ ഹെ എന്ത് വീക്ഷണമാണ് പ്രകടിപ്പിക്കുന്നത്? കവിതയില് സാമൂഹിക അസമത്വങ്ങളെ കുറിച്ച് എന്താണ് പ്രകടമാക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യന്. കവിതയിലെ ആത്മീകി പൈതൽ യാത്ര, മനുഷ്യരുടെ കാൽനട യാത്ര എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉസ്കി ആർത്തിക സ്ഥിതി കോ ദർശാത്തി ഹെ, അവരുടെ സാമ്പത്തിക സ്ഥിതിയാണ് ഇവിടെ കാണിക്കുന്നത്. ജോ സമാജ് മേം സമാനത കോ ബഡാ ദേത്തി ഹെ, അത് സമൂഹത്തിൽ അസമത്വങ്ങൾ വർദ്ധിക്കുന്നു. കവിതാമേ ആത്മീകി പൈതൽ യാത്ര അവസരോം കി അസമാനത കോ ദർശാ സക്തി ഹെ, കവിതയിലെ ആളുകളുടെ കാൽനടയാത്ര എന്നത് അവർക്ക് കിട്ടുന്ന അവസരങ്ങളുടെ അസമത്വത്തെയും കാണിക്കുന്നു. ജോ അത് സമാജ് മേ ലോഗോം കി ആകെ ബഡ്നെ കി രോക്തി ഹെ, സമൂഹത്തിൽ ജനങ്ങളെ മുന്നേറുന്നതിൽ നിന്ന് മുന്നോട്ട് വരാൻ സമൂഹത്തിലെ ജനങ്ങളുടെ മുന്നേറ്റത്തെ തടയുന്നു. ഹമേം സമാജ് മേ വ്യാപ്ത് അസമാനതാവും കോ സമച്ചാനെ, നമ്മൾ സമൂഹത്തിൽ വ്യാപ്തമായി കൊണ്ടിരിക്കുന്ന അസമത്വത്തെ മനസ്സിലാക്കണം. ഔർ ഉനേം ദൂർ കർനെ കെ ലിയെ കാം കർനാ ചാഹിയെ, അത് ഒഴിവാക്കുവാൻ പ്രവർത്തിക്കുകയും വേണം. നെക്സ്റ്റ്, ലേഖ് ലിഖേ. വിഷയ് സമാജ് കെ നിർമ്മാൺ മേം ആം ജനത കി ഭൂമിക എന്ന വിഷയത്തെ കുറിച്ച് ഒരു ലേഖനം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സമൂഹം കെട്ടിപ്പടുക്കുന്നതിൽ സാധാരണ ജനങ്ങളുടെ പങ്ക് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ലേഖനം നോക്കാം. സമാജ് കെ ലിയെ നിർമ്മാൺ മേം ആം ജനത കി ഭൂമിക എന്ന് ഹെഡിങ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് താഴെ ഒരു 10 പോയിന്റ് ആണ് കൊടുത്തിട്ടുള്ളത്. സമാജ് കെ നിർമ്മാൺ മേം ആം ജനത കി ഭൂമിക ബഹുത് മഹത്വപൂർണ്ണ ഹെ, ഒരു സമൂഹം നിർമ്മിക്കുന്നതിൽ സാധാരണ ജനങ്ങളുടെ പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. जनता की राय से ही समाज की दिशा तय होती है. റായ് അഭിപ്രായം, തൈ ഹോത്തി ഹെ നിശ്ചയിക്കുന്നത്, നിർണയിക്കുന്നത്. ജനതാ കി റായ് സേ ഹി, ജനങ്ങളുടെ അഭിപ്രായം കൊണ്ടാണ് സമാജ് കി ദിശ തൈ ഹോത്തി ഹെ, സമൂഹത്തിന്റെ ദിശ നിർണയിക്കുന്നത്. आम जनता के योगदान से ही समाज का विकास और निर्माण होता है. ആം ജനതാക്ക് യോഗദാൻ സെഹി, സാധാരണ ജനങ്ങളുടെ പങ്ക് കൊണ്ട് തന്നെയാണ്, സംഭാവനയിലൂടെയാണ് സമാജ് കാ വികാസ് ഔർ നിർണയ് ഹോത്തി ഹെ, സമൂഹത്തിന്റെ വികസനവും നിർമ്മാണവും നടക്കുന്നത്. ആം ജനത സാമാജിക പരിവർത്തൻ കെ ലിയെ മഹത്വപൂർണ്ണ ഭൂമിക നിഭാ സക്തി ഹെ, സാധാരണ ജനങ്ങൾ സാമൂഹിക മാറ്റങ്ങൾക്ക് വേണ്ടി വലിയ പങ്ക് വഹിക്കുന്നു. ജൈസെ, എങ്ങനെയെന്നാൽ സാമാജിക് ന്യായ്, സമാനത ഔർ മാനവാധികാരവും കെ ലിയെ ലഡ്ന, സാമൂഹിക നീതി, സമത്വം, മനുഷ്യാവകാശങ്ങൾ എന്നിവക്ക് വേണ്ടി പോരാടുന്നതിലൂടെ, സാമൂഹിക നീതി, സമത്വം, മനുഷ്യാവകാശങ്ങൾ എന്നിവക്ക് വേണ്ടി പോരാടുന്നതിലൂടെ സാധാരണ ജനങ്ങൾ സാമൂഹിക മാറ്റങ്ങൾക്ക് വേണ്ടി വലിയ പങ്ക് വഹിക്കാം. സാമുദായിക കാര്യോമേ ആം ജനത മഹത്വപൂർണ്ണ ഭൂമിക നിഭാ സക്തി ഹെ, സാമൂഹിക പ്രവർത്തനങ്ങളിലും സാധാരണ ജനങ്ങൾ വലിയ പങ്ക് വഹിക്കാം. ജൈസെ, ഏതൊക്കെയാണ്? ശിക്ഷ എഡ്യൂക്കേഷൻ, സ്വാസ്ഥ്യ ആരോഗ്യം, ഔർ സ്വച്ഛത കെ ലിയെ കാം കർണ, വിദ്യാഭ്യാസം, ആരോഗ്യം, ശുചിത്വം എന്നിവക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിലൂടെ. സാമാജിക സമസ്യാओं पर जनता की आवाज बदलाव लाती है, സാമൂഹിക പ്രശ്നങ്ങളിൽ ജനങ്ങളുടെ ശബ്ദം മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. ആം ജനതാ കി ഭാഗീദാരി സെ ഹി സമാജ് മേ സകാരാത്മക പരിവർത്തൻ ആ സക്താ ഹെ, സാധാരണ ജനങ്ങളുടെ പങ്കാളിത്തത്തിലൂടെയാണ്, പങ്കുകൊണ്ട് തന്നെയാണ് സമൂഹത്തിൽ പോസിറ്റീവായ മാറ്റം ഉണ്ടാകുന്നത്. ഔർ സമാജ് കാ വികാസൻ ഹോ സക്താ ഹെ, സമൂഹം അതിലൂടെ വികസിക്കുകയും ചെയ്യുന്നത്.
आम जनता की ഭൂമിക സമാജ് के निर्माण में അത്യന്ത महत्वपूर्ण है. സാധാരണ ജനങ്ങളുടെ പങ്ക് തന്നെയാണ് സമൂഹം നിർമ്മിക്കുന്നതിൽ വളരെ പങ്ക് വഹിക്കുന്നത്. ആം जनता को अपने अधिकारों और जिम्मेदारियों के प्रति जागरूक रहना चाहिए. സാധാരണ ജനങ്ങൾ അവരുടെ അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളെയും കുറിച്ച് ബോധവാന്മാരായിരിക്കണം. लास्ट पॉइंट है और समाज की प्रगति में जनता की सक्रिय ഭാഗധാരി ആവശ്യക ഹേ. സമൂഹത്തിന്റെ പുരോഗതിക്ക് ജനങ്ങളുടെ നല്ല പങ്കാളിത്തം, സജീവ പങ്കാളിത്തവും അനിവാര്യമാണ്. ഈ ലേഖനം ഒരു ഇമ്പോർട്ടന്റ് ആയ ലേഖനം കൂടിയാണ്. ഇത്രയാണ് പാഠഭാഗത്തിലെ ആക്ടിവിറ്റീസ് വരുന്നത്. ഓക്കെ, താങ്ക് യു.